കോഴിക്കോട് മുക്കത്ത് സംഘടിപ്പിച്ച മുക്കം ഫെസ്റ്റിവലിൽ ജനത്തിരക്കേറുന്നു. ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മലപ്പുറം അരീക്കോട് സ്വദേശി സുനീറിന്റെ പുരാവസ്തു പ്രദർശനം. റാന്തൽ എന്ന പേരിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ്. കാണികളിൽ കൗതുകമുണർത്തുന്ന നിരവധി പുരാവസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പഴമയിലേക്ക് ഒരു വെളിച്ചം എന്ന സന്ദേശമുയർത്തി റാന്തൽ എന്ന പേരിലാണ് പ്രദർശനം. 262 വർഷം പഴക്കമുള്ള മുളയിൽ തീർത്ത ഡോക്യുമെന്റ്, 20 മുതൽ 1000 രൂപ വരെയുള്ള ഇന്ത്യൻ നാണയങ്ങൾ, 10 ലക്ഷം രൂപയുടെ ഒറ്റ നാണയം, 1 ലക്ഷത്തിന്റെ തുർക്കിഷ് നാണയം, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സ്റ്റാമ്പ്, ഹാൻഡ്മെയ്ഡ് കറൻസി, ലോകത്ത് പ്രസിദ്ധീകരിച്ചതിൽ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ ഒന്ന് തുടങ്ങി 1000-ലധികം വസ്തുക്കൾ പ്രദർശനത്തിന് മിഴിവേകുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി പുരാവസ്തു പ്രദർശനങ്ങളുമായി സുനീർ സജീവമാണ്. 7ാം ക്ലാസ്സിൽ തുടങ്ങിയ ആഗ്രഹമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രദർശനം നടത്താൻ പ്രചോദനമായതെന്ന് സുനീർ പറയുന്നു. 1995 മുതൽ ഞാൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാമ്പിലാണ് തുടക്കം, പിന്നെ കറൻസി കോയിനിലൊക്കെയാണ് തുടങ്ങി വന്നത്. പുരാവസ്തുവിൽ ഇപ്പോൾ പറയാനുള്ളതാണെങ്കിൽ മുളക്കരണം എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. മുളക്കരണം എന്ന് പറയുമ്പോൾ പഴയകാല ഡോക്യുമെന്റ് ആണ്. മുളയിലായതുകൊണ്ട് നശിച്ചു പോയിട്ടുണ്ട് മിക്കവരിലും. ഏതായാലും എൻ്റെ കയ്യിൽ എൻ്റെ സുഹൃത്ത് തന്നൊരു പീസ് ഉണ്ട്. അതിൽ 262 വർഷം പഴക്കം മുമ്പ് എഴുതിയ എഗ്രിമെൻറ്റ് വ്യവസ്ഥ അതിലുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റാമ്പ്, പിന്നെ കറൻസി കളക്ഷൻ ഉണ്ട്. കോയിനിലാണെങ്കിൽ തന്നെ വലിയ ഹൈ ഡിനോമിനേഷൻ ആയിട്ടുള്ള പിന്നെ ലിറ 10 ലക്ഷത്തിൻ്റെ ഒറ്റ ലിറേൻ്റെ കറൻസി കോയിനുണ്ട്. പഴമയെ ഓർമ്മിപ്പിക്കുന്ന പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ള നിരവധി വസ്തുക്കളുടെ ശേഖരം ഫെസ്റ്റിന് മാറ്റുകൂട്ടുന്നു. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ ഫെസ്റ്റാണിത്. ജനുവരി 19 ആരംഭിച്ച ഫെസ്റ്റിൽ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. ഫെസ്റ്റ് ഫെബ്രുവരി 5 വരെ നീളും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.